ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. KTU-MCA തേർഡ് സെമ്മിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ലാബുണ്ട്, മാഡ് ലാബ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബേസിക് ആയിട്ടുള്ള സിമ്പിൾ പ്രോബ്ലമാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ സാമ്പിൾ ഔട്ട്പുട്ട് നോക്കാം. ആക്ച്വലി ഇതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ്. സ്റ്റാർട്ടിങ് ഒരു വെൽക്കം മെസ്സേജ് കാണും, പിന്നെ യൂസർ നെയിമിൻ്റെ താഴെ യൂസർ നെയിം എൻ്റർ ചെയ്യാനുള്ള ഒരു സ്പേസ് കാണും. എൻ്റർ യൂസർ നെയിം എന്നതിൽ ചെറുതായിട്ട് എഴുതി കാണിക്കും. പിന്നെ പാസ്വേഡ് കാണും, പാസ്വേഡിൻ്റെ നേരെ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. പിന്നെ താഴെ ഒരു ലോഗിൻ ബട്ടണും കൂടി കാണും. ഇപ്പോൾ യൂസർ നെയിം പാസ്വേഡ് നമ്മൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തു എങ്കിൽ അടുത്ത പേജിലോട്ട് പോകും. ഇതാണ് ഞാൻ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന പ്രോഗ്രാം. ബട്ട് ഇതിൽ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ സക്സസ്ഫുൾ എന്ന് മാത്രം ഒരു മെസ്സേജ് വരുന്ന പോലെയാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ബിക്കോസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് വന്നില്ലേ, അതേപോലെ ലോഗിൻ സക്സസ്ഫുൾ എന്ന് വരും. ഇപ്പം ഞാൻ കൊടുത്ത യൂസർ നെയിം ആൻഡ് പാസ്വേഡ് റോങ് ആണ്. ഞാൻ യൂസർ നെയിം പാസ്വേഡ് ഓൾറെഡി കോഡിൽ സെറ്റ് ചെയ്തു. അപ്പോൾ അത് കൊടുത്താലേ സക്സസ്ഫുൾ എന്ന് കാണിക്കത്തുള്ളൂ. ഇപ്പോൾ ഇതിൽ സക്സസ്ഫുൾ എന്ന് കാണിക്കത്തില്ല, അടുത്ത പേജിലോട്ട് പോകും. ബട്ട് ലോഗിൻ ചെയ്യുമ്പോൾ സക്സസ്ഫുൾ, ഇപ്പോൾ ലോഗിൻ സക്സസ്ഫുൾ എന്ന് കാണിച്ചില്ല, ഇതേപോലെ സക്സസ്ഫുൾ എന്ന് മാത്രം കാണിക്കുന്ന പ്രോഗ്രാമാണ് ചെയ്തു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വേണം. ആ ആപ്ലിക്കേഷൻ ലാപ്പിൽ ഇല്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ChatGPT വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാം. യൂട്യൂബ് വീഡിയോസൊക്കെ റെഫർ ചെയ്യണമെന്നില്ല. ChatGPTയിൽ പോയിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വേണമെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ആൻഡ് ഇത് കുറച്ച് സ്ലോ ആണ്, വരാൻ സമയമെടുക്കും. അപ്പോൾ അത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് വീണ്ടും നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്താൽ സിസ്റ്റം ഇതായി പോവും. അപ്പോൾ ഒരു ടൈം അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. പിന്നെ എല്ലാവരുടെ മൊബൈലിൽ ഈ ഒരു പാൻഡ തന്നെ വരണമെന്നില്ല. ചിലതിൽ ജിറാഫി, ഡോൾഫിൻ, പെൻക്വിൻ, ഇങ്ങനെ ഡിഫറെൻറ്റ് അനിമൽസാണ് വരുന്നത്. അതിങ്ങനെ ലോഡായി വരും. കംപ്ലീറ്റ് ലോഡാവണം, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിൽ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു ആപ്ലിക്കേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫയൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ പ്രോജക്റ്റ് വരും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എംപ്റ്റി വ്യൂസ് ആക്ടിവിറ്റി ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കാണിക്കും. അതിൽ മൈ ആപ്ലിക്കേഷൻ മാറ്റിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷന് ഏത് നെയിമാണോ വേണ്ടത് അത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ബിൽഡ് കോൺഫിഗറേഷൻ ലാംഗ്വേജ് ഉണ്ട്, അത് കോട്ട്ലിൻ DSL ആണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ബിൽഡ് ഗ്രേഡിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ പുതിയ ഒരു വിൻഡോ ഓപ്പണായി വരും. നമ്മൾ VS കോഡിലൊക്കെ ന്യൂ വിൻഡോ കൊടുക്കത്തില്ലേ, അതേപോലെ നമ്മളുടെ ഫയലിന് ഒരിത് ഓപ്പണായി വരും. അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻ ആക്ടിവിറ്റി main.xml, മെയിൻ ആക്ടിവിറ്റി .java, ഇങ്ങനെ 2 ഫയൽസാണ് ഉള്ളത്. ആദ്യം തന്നെ നമ്മൾ ഗ്രേഡിൽ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഗ്രേഡിൽ ഈ സൈഡിൽ പ്രോജക്റ്റിൻ്റെ തല ഗ്രേഡിലുണ്ട്. ഗ്രേഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബിൽഡ് ഗ്രേഡിൽ എന്ന് സെക്കൻഡായിട്ട് ഒരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യണം. ബിക്കോസ് നമ്മൾ മൊബൈലിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആ ബിൽഡ് ഗ്രേഡിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ബിൽഡ് ഗ്രേഡിൽ പോകണം. ബിൽഡ് ഗ്രേഡിൽ പോകുമ്പോൾ ഇതിൽ കമ്പൈൽ SDK ആൻഡ് ടാർഗറ്റ് SDK അത് രണ്ടും 34 ആണ്. ചിലതിൽ 33 ആയിരിക്കും. 33 ആണെങ്കിൽ അത് മാറ്റിയിട്ട് 34 ആക്കണം. പിന്നെ ചില ഇതിൽ 34ഉം വർക്ക് ആവത്തില്ല. അപ്പോൾ റൺ ചെയ്യുമ്പോൾ 35 ആക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ ഇതിൽ പോയിട്ട് 35 ആക്കിയാൽ മതി. ഇതിൽ നമുക്ക് ആക്ടിവിറ്റി main.xml, മെയിൻ ആക്ടിവിറ്റി .java 2 കോഡാണുള്ളത്. ഈ ആക്ടിവിറ്റി main.xml നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആക്ടിവിറ്റി main.xml അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ റൈറ്റ് ടോപ്പിൽ കോഡ് സ്പ്ലിറ്റ് ഡിസൈൻ എന്ന് കാണും. അപ്പോൾ ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ബാക്കിയെല്ലാം നോക്കാം. ഓക്കെ, അത് ലോഡാകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു ബോക്സ്, അതിൽ ഹലോ വേൾഡ് എന്ന് കാണും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമുക്ക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ആയി വരണം. അത് ടെക്സ്റ്റ് അല്ലേ, ടെക്സ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ കോമൺ ടെക്സ്റ്റ് ബട്ടൺ വിഡ്ജറ്റ് ഇല്ലേ, അതിൽ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. ടെക്സ്റ്റിൽ ടെക്സ്റ്റ് വ്യൂ എടുക്കണം. ടെക്സ്റ്റ് വ്യൂ എടുത്തിട്ട് അതങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ വന്ന് റിലീസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ പേര് ടെക്സ്റ്റ് എന്നില്ലേ, ആ ടെക്സ്റ്റിൻ്റെ പേര് നമ്മൾ മാറ്റണം. ഇതിൽ ടെക്സ്റ്റ് വ്യൂ എന്ന് കിടക്കുന്നുണ്ട്, IDക്ക് താഴെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് വ്യൂ ഉണ്ട്. ആ ടെക്സ്റ്റ് വ്യൂ നമ്മൾ ചേഞ്ച് ആക്കിയിട്ട് നമുക്ക് ഏത് നെയിമാണോ അവിടെ ഡിസ്പ്ലേ ആവേണ്ടത് അത് കൊടുക്കാം. ഇപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ടെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്നത് അവിടെ ഡിസ്പ്ലേ ആയി നിൽക്കേണ്ടതാണ്. പ്ലെയിൻ ടെക്സ്റ്റ് ആണെങ്കിൽ യൂസേഴ്സിന് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും.
അപ്പോൾ ആദ്യം രജിസ്ട്രേഷൻ നമ്മൾ സെറ്റാക്കാം. അത് രജിസ്ട്രേഷൻ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു യൂസർ നെയിം എന്ന് ഒരു ഇതും കൂടി ഡിസ്പ്ലേ ആവണം. അതിൻ്റെ താഴെ പാസ്വേഡ് എന്ന ഒരു ഇതും കൂടി ഡിസ്പ്ലേ ആവണം. അപ്പോൾ പിന്നെയും ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് വ്യൂ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് വ്യൂ ഡ്രാഗ് ചെയ്ത് നമ്മളുടെ പൊസിഷനിൽ വന്ന് റിലീസ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഇത് മാറ്റണം. അതിൻ്റെ നെയിം ടെക്സ്റ്റിൽ അതിൻ്റെ നെയിം മാറ്റാം. പിന്നെ അതേപോലെ ഈ വേറൊരു ടെക്സ്റ്റ് വ്യൂവും കൂടി ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ടെക്സ്റ്റിലുള്ള ടെക്സ്റ്റ് വ്യൂ ആ ഒരു നെയിം മാറ്റിയിട്ട് പാസ്വേഡ് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് യൂസർ എൻ്റർ ചെയ്യാനുള്ള ഇത് വേണ്ടേ, ഒരു ബോക്സ് വേണം. അപ്പോൾ അതിന് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് വ്യൂവിൻ്റെ താഴെ പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് യൂസർ നെയിമിൻ്റെ അടുത്ത് വന്ന് റിലീസ് ചെയ്യാം. പിന്നെ അതിൽ ഈ ടെക്സ്റ്റ് വാല്യൂ ഇല്ലേ, ആ ടെക്സ്റ്റ് ഫുള്ള് നമ്മൾ ക്യാൻസലാക്കണം. ടെക്സ്റ്റിലുള്ള ആ ടെക്സ്റ്റ് ഫുള്ള് നമ്മൾ ക്യാൻസലാക്കാം. ഇങ്ങനെ താഴെ വന്ന കോമൺ ആട്രിബ്യൂട്ട്സ് കാണും. ടെക്സ്റ്റിൽ നെയിമാണുള്ളത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് മേളിൽ ഹിൻറ്റില്ലേ, ഹിൻറ്റിൽ പോയിട്ട് എൻ്റർ യൂസർ നെയിം എന്ന് കൊടുക്കാം. ഹിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ലോഗിനൊക്കെ ചെയ്യുമ്പോൾ എൻ്റർ യുവർ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് കളറിൽ കാണിക്കത്തില്ലേ, അതാണ്. ഇനി അതേപോലെ പാസ്വേഡിനും ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടിട്ട് അതിൻ്റെ നെയിം കട്ടാക്കിയിട്ട് ഹിൻറ്റിൽ പോയിട്ട് പാസ്വേഡ് എന്ന് കൊടുക്കാം. ഇതൊക്കെ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യണം. ഇനി നമുക്കൊരു ലോഗിൻ ബട്ടൺ ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ലോഗിൻ ബട്ടണിന് വേണ്ടിയിട്ട് ടെക്സ്റ്റിൻ്റെ താഴെ ബട്ടൺസ് ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് ബട്ടൺ ഡ്രാഗ് ചെയ്ത് ഇവിടെ വന്ന് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് ആ ബട്ടണിൽ ഇപ്പോൾ ബട്ടൺ നെയിമല്ലേ ഉള്ളത്, അതിൻ്റെ നെയിം നമുക്ക് ലോഗിൻ എന്ന് മാറ്റാം. ടെക്സ്റ്റിൽ തന്നെ അതിൻ്റെ നെയിം കാണും. ഡിക്ലെയർഡ് ആട്രിബ്യൂട്ട്സിൽ ID ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റിൽ ബട്ടൺ മാറ്റിയിട്ട് ലോഗിൻ എന്ന് ഇട്ടാൽ മതി. ഇപ്പോൾ ഈ ഇൻ്റർഫേസ് നമുക്ക് വന്നു. ഇനി ഇതൊക്കെ ആ ഒരു സ്പേസിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴും അതിൽ 4 ഇങ്ങനെ ഡോട്ട്സ് വരും. ഓരോ ഡോട്ട്സും ഇങ്ങനെ പിടിച്ച് 4 സൈഡും എല്ലാ എൻഡിലും ഇങ്ങനെ കൊണ്ടുപോയി വിട്ടിട്ട് അതെവിടെയാണ് നമുക്ക് വേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. അതേപോലെ എല്ലാത്തിനും ചെയ്യണം. യൂസർ നെയിം, പാസ്വേഡ്, എൻ്റെ യൂസർ നെയിം, എൻ്റെ പാസ്വേഡ്, ലോഗിൻ, എല്ലാത്തിനും ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ 4 സർക്കിൾ വരും. 4നെയും പിടിച്ച് മേലിലോട്ട് താഴോട്ട് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് അത് ഏത് പൊസിഷനിലാണോ പോവേണ്ടത് ആ ഒരു പൊസിഷനിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വന്നു. നിങ്ങൾക്ക് ഇതിനേക്കാൾ ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് സൈഡിലുള്ള ആ കൺസ്ട്രെയിൻസ് ഈ ഒരു സ്ക്വയർ ഇല്ല അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് അത് വെച്ചിട്ട് ചെയ്യുന്നത് എനിക്കത്ര ഈസി ആയിട്ട് തോന്നിയില്ല അലൈൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ അത് മാറത്തില്ല, പൊസിഷൻ മാറാതെ അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയും ചെയ്തു. ഇനി കോഡ് എടുക്കാം. കോഡിൽ നിങ്ങൾക്ക് നിങ്ങൾ വെച്ച ഓരോ ടെക്സ്റ്റ് വ്യൂവിൻ്റെയും ഇതൊക്കെ കാണാൻ പറ്റും. ഇനി മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ എടുക്കാം. ഇപ്പോൾ നമുക്ക് കോഡിൽ ചെയ്യാനൊന്നുമില്ല. മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ അതിലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓരോ ബട്ടൺസിനും ടെക്സ്റ്റ് വ്യൂവിനും ഓരോ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് വ്യൂ ഉള്ളത് രജിസ്ട്രേഷൻ, യൂസർ നെയിം, പാസ്വേഡാണ്. പിന്നെ ബാക്കി യൂസർ നെയിം പിന്നെ പാസ്വേഡ്, എൻ്റർ യൂസർ നെയിം, എൻ്റർ പാസ്വേഡ്, അത് രണ്ടും എഡിറ്റ് ടെക്സ്റ്റാണ്, യൂസേഴ്സിന് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബട്ടണിന് കൊടുക്കാം. ബട്ടൺ B ക്യാപിറ്റലാണ്, അതൊരു ക്ലാസ് ആണ്. ബട്ടൺ ബി നമ്മൾ കൊടുക്കുന്ന നെയിമാണ്, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ നെയിമായിട്ട്. ഇപ്പോൾ ബട്ടണിന് ഞാൻ B ആയിട്ടാണ് നെയിം കൊടുത്തേക്കുന്നത്. ഇനി 2 ടെക്സ്റ്റ് വ്യൂ ആണ് ഉള്ളത്, ഒന്ന് യൂസർ നെയിം, ഒന്ന് പാസ്വേഡ്. അപ്പോൾ ടെക്സ്റ്റ് വ്യൂവിൻ്റെ Tയും Vയും ക്യാപിറ്റലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ടെക്സ്റ്റ് വ്യൂ, പിന്നെ ആ 2 ടെക്സ്റ്റ് വ്യൂവിനും പേര് കൊടുക്കാൻ എന്തെങ്കിലും. ഞാൻ ഇവിടെ T1 T2 ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇത് ടൈപ്പ് ചെയ്യേണ്ടത് പബ്ലിക് ക്ലാസ് മെയിൻ ആക്ടിവിറ്റി അതിൻ്റെ താഴെയാണ്. ഇനി 2 എഡിറ്റ് ടെക്സ്റ്റ് ആണ് ഉള്ളത്, എൻ്റെ യൂസർ നെയിം, എൻ്റെ പാസ്വേഡ്, അങ്ങനെ 2 എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ അതും പോയി കൊടുക്കാം. എഡിറ്റ് ടെക്സ്റ്റ് നമ്മളിത് ഫുള്ളും ടൈപ്പ് ചെയ്യണമെന്നില്ല. എഡിറ്റിന് ചെയ്യുമ്പോൾ തന്നെ അത് വന്നോളും ഓട്ടോമാറ്റിക്കലി. E1 E2 എന്ന് പേര് കൊടുത്തു. ടെക്സ്റ്റ് വ്യൂ 3 ആയിരുന്നു, രജിസ്ട്രേഷൻ, യൂസർ നെയിം, പാസ്വേഡ്. അപ്പോൾ T1 T2 T3 എന്നും കൊടുത്തു. ഇനി നമ്മൾ ഇതിനെ ലിങ്ക് ചെയ്യണം.
അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ സെറ്റ് കണ്ടൻറ്റ് വ്യൂ ഓഫ് r.layout.activity മെയിൻ ഇല്ലേ, അതിൻ്റെ താഴെ വന്നിട്ടാണ് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ബട്ടൻ്റെ പേര് ബി ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബി ഈക്വൽ ടു പാരാന്തസിസിൻ്റെ അകത്ത് ബട്ടൺ കൊടുക്കണം. ബി ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരും. ഇനി അതിൻ്റെ പുറത്ത് ഫൈൻഡ് എന്ന് അടിക്കുമ്പോൾ ഫൈൻഡ് വ്യൂ ബൈ ID എന്ന് വരും. ഇനി ആ IDക്കകത്ത് ക്യാപിറ്റൽ R.ID ഡോട്ട് കൊടുക്കുമ്പോൾ ആ ബട്ടൻ്റെ ഇതൊക്കെ IDs ഒക്കെ വരും. അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ID കാണിക്കും. അപ്പോൾ ബട്ടൻ്റെ ID ബട്ടൺ തന്നെയാണ്. അപ്പോൾ ID ഡോട്ട് ബട്ടൺ എന്ന് കൊടുക്കുമ്പോൾ അത് പോപ്പപ്പായി വരും. ഇനി അതേപോലെ T1 ഈക്വൽ ടു ബ്രാക്കറ്റിൻ്റെ അകത്ത് ടെക്സ്റ്റ് വ്യൂ, അത് കഴിഞ്ഞിട്ട് ഫൈൻഡ് വ്യൂ ബൈ ID ഓഫ് R.ID ഡോട്ട് ആ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് വ്യൂവിന് നമ്മൾ ഏത് ID ആണോ അവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് വ്യൂ രജിസ്ട്രേഷൻ യൂസർ നെയിം പാസ്വേഡ് ഇല്ലേ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ID നെയിം കാണിക്കും. ഇപ്പോൾ യൂസർ നെയിമിൻ്റെ ID ആണെങ്കിൽ ടെക്സ്റ്റ് വ്യൂ 2 ആണ്. അപ്പോൾ കോഡിൽ പോയിട്ട് ടെക്സ്റ്റ് വ്യൂ 2 എന്ന് കൊടുക്കാം. R.ID ഡോട്ട് ടെക്സ്റ്റ് വ്യൂ 2, പിന്നെ ലാസ്റ്റ് സെമിക്കോളൻ. ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് സൈഡിൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, വന്നില്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരും. അതിൽ ടെക്സ്റ്റ് വ്യൂ 2 ആണ് ഈ ടെക്സ്റ്റ് വ്യൂവിൻ്റെ ID. അപ്പോൾ ടെക്സ്റ്റ് വ്യൂ 2 എന്ന് അവിടെ കൊടുക്കാം. ടെക്സ്റ്റ് വ്യൂ അടിക്കുമ്പോൾ തന്നെ ടെക്സ്റ്റ് വ്യൂ 1, 2 ഒക്കെ വരും. അതിലുള്ള IDs ഒക്കെ വരും. അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി T2 ഈക്വൽ ടു അതേപോലെ ടെക്സ്റ്റ് വ്യൂ ഓഫ് ഫൈൻഡ് വ്യൂ ബൈ ID R.ID ഡോട്ട് അടുത്ത ടെക്സ്റ്റ് വ്യൂവിൻ്റെ പേര്, അടുത്ത് പാസ്വേഡ് ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്, അതിൻ്റെയൊക്കെ ID ഇങ്ങനെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇത് T3 ആണ്. T3യുടെ ID ടെക്സ്റ്റ് വ്യൂ 3 ആണ്. പിന്നെ എഡിറ്റ് ടെക്സ്റ്റിൻ്റെ എഡിറ്റ് ടെക്സ്റ്റ് 1, എഡിറ്റ് ടെക്സ്റ്റ് 2 അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് IDs നോക്കിയിട്ട് നമുക്കിതിൽ കൊടുക്കാം. R.ID ഡോട്ട് ഇങ്ങനെ എല്ലാത്തിനും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. B ഈക്വൽ ടു ബട്ടൺ ഓഫ് ഫൈൻഡ് വ്യൂ ബൈ ID, പിന്നെ T1, T2, E1, E2 നമ്മൾ കൊടുത്ത എല്ലാ സാധനത്തിനും ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇനി E2 വരെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം കൊടുത്തില്ലേ, ഇനിയും ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ സാധനങ്ങൾ വരണം. അപ്പോൾ B ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ, സെറ്റ് കൊടുക്കുമ്പോൾ തന്നെ പോപ്പപ്പായി വരും, അത് കൊടുക്കാം. ഇനി ബ്രാക്കറ്റിൻ്റെ അകത്ത് ന്യൂ സ്പേസ് വ്യൂ ഡോട്ട് അടിക്കുമ്പോൾ തന്നെ അടുത്തത് പോപ്പപ്പായി വരും. അപ്പോൾ അവിടെ കൊടുക്കാം. അപ്പോൾ അത് കൊടുത്തിട്ട് എൻ്റർ അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരും. അറ്റ് ഓവർ റൈഡ് പബ്ലിക് വോയിഡ് ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് വരും. അതിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ബട്ടൺ ഓൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്. യൂസേഴ്സ് എൻ്റർ ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും ഞാൻ സ്ട്രിങ് വേറൊരു വേരിയബിൾസിലോട്ട് സ്റ്റോർ ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെ എഡിറ്റ് ടെക്സ്റ്റിന് E1, E2 ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ സ്ട്രിങ് നെയിം ഞാൻ എന്നിലാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. സ്ട്രിങ് N is equal to E1 ഡോട്ട് കൊടുക്കുമ്പോൾ ഗെറ്റ് ടെക്സ്റ്റ് വരും. ഗെറ്റ് ടെക്സ്റ്റ് ഡോട്ട് ടു സ്ട്രിങ് ഓഫ് അങ്ങനെ കൊടുത്തിട്ട് സെമിക്കോളൻ കൊടുക്കാം. ഇനി അതേപോലെ പാസ്വേഡ് ഞാൻ P എന്നൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ സ്ട്രിങ് P is equal to പാസ്വേഡ് E2-ലാണുള്ളത്. അപ്പോൾ E2 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് ഓഫ് ഡോട്ട് ടു സ്ട്രിങ് ഓഫ് ഇങ്ങനെ കൊടുക്കാം. യൂസർ നെയിം പാസ്വേഡ് നമുക്ക് ഇതിൽ തന്നെ സെറ്റാക്കി കൊടുക്കാം. ഇഫ് N ഡോട്ട് ഈക്വൽസ് ഓഫ് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ABC, ഞാൻ ഇവിടെ ABC ആണ് യൂസർ നെയിമായിട്ട് സെറ്റാക്കി വെക്കുന്നത്. അപ്പോൾ ഇഫ് N ഡോട്ട് ഈക്വൽസ് മീൻസ് നെയിം ഈക്വൽ ടു ABC ആണോ നോക്കും. ആൻഡ് P ഡോട്ട് ഈക്വൽസ് 1 2 3 പാസ്വേഡ് 1 2 3 ആണോ എന്ന് നോക്കും. ഇതാണ് കണ്ടീഷൻ. ഇഫ് N ഡോട്ട് ഈക്വൽസ് ഓഫ് ABC ആൻഡ് P ഡോട്ട് ഈക്വൽസ് ഓഫ് 1 2 3 രണ്ടും ഓക്കെ ആണെങ്കിൽ അതിൻ്റെ താഴെ ടോസ്റ്റ് എന്ന് കൊടുക്കണം. T ക്യാപിറ്റൽ ടോസ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ഒന്ന് വരും, അത് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെസ്റ്റ് വരും. അതിൽ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ്, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പേജ്. പിന്നെ ടെക്സ്റ്റിൻ്റെ അടുത്ത് ഡബിൾ കോട്ട്സ് കാണും. അതിൻ്റെ അകത്ത് ലോഗിൻ സക്സസ്ഫുൾ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ലോഗിൻ സക്സസ്ഫുൾ എന്നൊരു പോപ്പപ്പ് വരും നമുക്ക്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ എൽസ് കേസിൽ ടോസ്റ്റ് കൊടുക്കുക. ടോസ്റ്റാണ് നമ്മളങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. എൽസ് ടോസ്റ്റ് T അടിച്ചാൽ മതി, ഫസ്റ്റ് വരും. അത് ടാബ് കൊടുത്ത് വന്നോളൂ. ആ ടെക്സ്റ്റിൻ്റെ അകത്ത് ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്നും കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പ്രോഗ്രാം.
ഇനി ഇത് എങ്ങനെ റൺ ചെയ്യണമെന്ന് നോക്കാം. ഇത് റൺ ചെയ്യുന്നതിന് നമ്മളുടെ ഇതില്ലേ ഫോണിൻ്റെ USB കേബിൾ എടുത്തിട്ട് ഫോണും സിസ്റ്റമും ആദ്യം കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ ഇമെയിലിൽ ആപ്പ് അതിൻ്റെ അടുത്ത് ലോഡിങ് ഡിവൈസസ് ഇല്ലേ, അതിൽ നമ്മളുടെ ഫോണിൻ്റെ നെയിം വരും. നെയിം വരുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ആ പച്ചക്കളർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. പച്ചക്കളർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ആയിക്കോളും. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ ഫോണിലുള്ള ഡെവലപ്പർ ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്യണം. ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫോൺ സെറ്റിങ്സ് പോവാം. അതിലിപ്പോൾ റെഡ്മി ആണെങ്കിൽ MIUI അങ്ങനെ ഒരു ഓപ്ഷൻ കാണും. അത് 5 ടൈംസ് ക്ലിക്ക് ചെയ്താൽ മതി, ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആയിക്കോളും. വേറെ ഫോൺസ് ആണെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് അത് ഓൺ ആയതിനു ശേഷം ഡെവലപ്പർ ഓപ്ഷൻ സെർച്ച് ചെയ്യുമ്പോൾ അത് വരും. അത് ഓൺ ആക്കിയിട്ട് പിന്നെ അതിൻ്റെ താഴെ USB ഡീബഗ്ഗിങ് സംതിങ് ഉണ്ട്, അതും കൂടി ഓൺ ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഫോണിലോട്ട് ഇത് ഇൻസ്റ്റാൾ ആയിക്കോളും. എല്ലാം ഓക്കെ ആണെങ്കിൽ ഇതിൽ റൺ കൊടുക്കുക. ഇപ്പോൾ ഇതിൽ Xiaomi M210 അതെൻ്റെ ഫോണിൻ്റെ ഇതാണ് വന്നു. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ റൺ ആവുന്നത് കുറച്ച് സ്ലോ ആണ്. ഇതിൽ താഴെ ലോഡിംഗ് ഒക്കെ നമുക്ക് കാണും. ഗ്രേഡൽ ബിൽഡ് അങ്ങനെ കാണിച്ചിട്ട് ഗ്രേഡൽ ബിൽഡ് റണ്ണിങ് അങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് റണ്ണായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ ആൻഡ്രോയിഡ് ഗ്രേഡൽ പ്ലഗിൻ അത് 35 വേണമെന്നൊരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമ്മളുടെ സൈഡിൽ ഗ്രേഡിൽ സ്ക്രിപ്റ്റ്സ് എന്നില്ലേ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ് ഓപ്ഷനായിട്ട് ബിൽഡ് ഗ്രേഡിലുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഇപ്പോൾ കറൻ്റ്ലി സംടൈംസ് 33 ആയിരിക്കാം, അല്ലെങ്കിൽ 34 ആയിരിക്കാം. അത് മാറ്റിയിട്ട് 35 ആക്കണം. ചില സിസ്റ്റമിൽ 34 ഓക്കെ ആണ്. നിങ്ങൾ ചെയ്യുമ്പോൾ 34 തന്നെ വെച്ച് ചെയ്യുക. അതിൻ്റെ അത് എറർ കാണിക്കുന്നുണ്ടെങ്കിൽ ആ എററിൽ എന്ത് വാല്യൂ ആണോ പറഞ്ഞേക്കുന്നത് അത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 35 ആക്കി. ഇനി എഗെയിൻ റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ വരും. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സംടൈംസ് ഇൻസ്റ്റാൾ ചെയ്യണോ അലോ ഡിനൈ അങ്ങനെ ഒരു ഓപ്ഷൻ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അലോ കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റാൾ ആയാൽ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആയിട്ട് അത് തന്നെ ഓപ്പൺ ആയിക്കോളും. അപ്പോൾ ഓപ്പണായി വന്നു. ഇപ്പോൾ നമുക്ക് ആദ്യം റോങ് ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ് കൊടുത്ത് നോക്കാം. കൊടുക്കുമ്പോൾ റോങ് ആയിട്ടുള്ളത് കൊടുക്കുമ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് വന്നു. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത യൂസർ നെയിം ABC ആണ്, പാസ്വേഡ് 123 ആണ്. അപ്പോൾ അതിട്ട് നോക്കാം. ഇങ്ങനെ ലോഗിൻ സക്സസ്ഫുൾ എന്ന് വരണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം, സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ ഇതേപോലെ കൂടുതൽ വീഡിയോസിന് പിക് ടൈം ലേണേഴ്സിന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിലെന്തെങ്കിലുമൊക്കെ എറർ ഉണ്ടെങ്കിൽ ഓർ ഇതിനേക്കാളും എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. താങ്ക്